2010 മംഗലാപുരം വിമാനാപകടമുണ്ടായത്. തുടർന്ന് 8 പേരോളം രക്ഷപ്പെട്ടിരുന്നു. ആ 8 പേരിൽ 2 പേർ മലയാളികളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ രക്ഷപ്പെട്ട കണ്ണൂർ സ്വദേശിയായ മായൻകുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നത്. ചേട്ടാ, ഇന്നലത്തെ വിമാനാപകടവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ആദ്യമേ എനിക്ക് പറയാനുള്ള മരിച്ച എല്ലാവർക്കും ഞാൻ ആദരാജ്ഞ അർപ്പിക്കുന്നു. ഭയങ്കര ദുഃഖമാണ്, ഭയങ്കര സംഭവം. എനിക്ക് ആ 15 വർഷത്തിലേക്ക് തിരിച്ച് വീണ്ടും പോയി എൻ്റെ അപകടത്തെ. ഈ അപകടത്തോട് കാണുമ്പോൾ അതും ഓർമ്മയിലേക്ക് വന്നു ഫുള്ളായിട്ട്. അപ്പോൾ വളരെ ദുഃഖത്തിലുള്ളത്. അന്നെങ്ങനെയായിരുന്നു ആ അപകടം സംഭവിച്ചത്? എങ്ങനെയായിരുന്നു ചേട്ടൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടൊരു സാഹചര്യം? രക്ഷപ്പെടുന്ന അപകടം നടക്കുന്നതെന്ന് വെച്ചാൽ പ്ലെയിന് ഒരു അപകടമൊന്നും ഉണ്ടായിട്ട് ഞങ്ങൾ നല്ല സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് ഒരു അപകടത്തിലേക്കാണ് പോകുന്നുള്ളത്. കാരണം പിന്നെ ഭയങ്കര ഫ്ലൈറ്റ് ഫുൾ ജർക്കിങ് ചെയ്താണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ഫ്രണ്ട് ഭാഗം കത്തുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ സൈഡ് വിൻഡോ സൈഡിൽ ഇരുന്നതുകൊണ്ട് എല്ലാം കാണാൻ പറ്റിയിരുന്നു. രണ്ടാമത് എൻ്റെ മൈൻഡ് ഫുൾ വർക്ക് ചെയ്തിരുന്നു. കാരണം ഞാൻ ഒരു അപ്സെറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പ്ലെയിൻ ഫുൾ കത്തിയതിന് ശേഷം താഴെ കൊക്കയിലേക്കാണ് പോയത്. കൊക്കയിൽ വലിയ വിജാനമായ താഴ്ചയായിരുന്നു. അവിടെ പ്ലെയിൻ വീണ് കിടന്നപ്പോൾ പിന്നെ കരച്ചിലാണ് ഞാൻ കേൾക്കുന്നത്. ഫുള്ളായിട്ട് പ്ലെയിനിന് തീ പിടിച്ചിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് നമ്മുടെ സെൻട്രലായതുകൊണ്ട് നമുക്ക് പുക അവിടെ എത്തിയിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് 100% ഞാനും മരിക്കും എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, കുടുംബത്തിനൊന്നും കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിലോട് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ വലത്ത് ഭാഗത്ത് ഒരു ചെറിയ വെളിച്ചം കിട്ടുന്നു. വെച്ചാൽ പ്ലെയിൻ 6 മണിക്ക് ലാൻഡ് ചെയ്യുന്നു, 6:10. അപ്പോൾ ഇരുട്ടായിരുന്നു, പ്ലെയിൻ്റെ ഉള്ളിലും പുറത്ത് പോയി ഇരുട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതിന് പോയി ഇരുട്ടായപ്പോൾ ചെറിയ വെളിച്ചം കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ് ബെൽറ്റ് കഴിച്ചിട്ട് ഈസി ആയിട്ട് ഞാൻ പുറത്തേക്ക് ചാടുകയാണ് ചെയ്തത്. ഇവർ വീണത് കാട്ടിലേക്കാണ്. കാട്ടിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഞാൻ പ്ലെയിൻ നോക്കുമ്പോൾ ഫുള്ളായി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ള ധാരണയിൽ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് എൻ്റെ കൂടെ രക്ഷപ്പെട്ട കൃഷ്ണൻ ഞങ്ങൾ 3-4 എൻ്റെ കൂടെ അടുത്തിട്ടുണ്ടായിരുന്നു. അവർ കൂടി ഞങ്ങൾ ഒഴിഞ്ഞു. കാട്ടിൽ കൂടെ ഒഴുക്കി ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു റെയിൽവേ ട്രാക്കിലേക്ക് പോയി വീണ് കിടക്കുകയായിരുന്നു. പിന്നെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു, ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് നാട്ടുകാരുള്ള കുറേ ആൾക്കാർ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നത്? നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിയെടുത്തോളം കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ആർക്കും. മരിച്ചവർക്കും ഞങ്ങൾക്കൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല എന്നല്ല, എല്ലാവർക്കും പിന്നെ ചെറിയ സംഖ്യ കിട്ടിയിട്ടുള്ളൂ. അന്ന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് 75 ലക്ഷം എല്ലാവർക്കും 75 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞിന്. പക്ഷേ ഇവർ പിന്നെ മീറ്റിംഗ് നടത്തിയാലും ചെയ്തപ്പോൾ നമ്മൾ വാർഗ് ചെയ്തിട്ടാണ് മരിച്ചവർക്കോ അല്ലെങ്കിൽ പരിക്കേറ്റവർക്കോ 75 ലക്ഷം 2 പേർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിന്. അന്നങ്ങനെ പറഞ്ഞത്. അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല, നമ്മളന്ന് കേട്ട റിപ്പോർട്ടാണ്. പക്ഷേ അതിനുശേഷം കൊടുത്തത് 10 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം അവർ വക്കീലെ വെച്ചിട്ട് ബാർഗ് ചെയ്തിട്ടാണ് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര അർഹതയുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ അർഹതയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ആ കേസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോർട്ടിലാണുള്ളത്. ഇതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതിൻ്റെ പേരിൽ ഇത് മൗണ്ടൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വ്യവസ്ഥയുണ്ട്. അത് പ്രകാരം ഇൻ്റർനാഷണൽ പ്രകാരം നല്ലൊരു എമൗണ്ട് കിട്ടേണ്ടതാണ് പോലും മരിച്ചവർക്കും പെരുക്കി പറ്റിയവർക്കും. പക്ഷേ ഇതുവരെ അവരത് കൊടുത്തില്ല. അത് സുപ്രീം കോടതിയിൽ അത് കൊടുക്കാനുള്ള കേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ പറയാനുള്ളത് നമ്മൾ 15 വർഷമായിട്ട് ഇപ്പോൾ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഉള്ളത് ഞങ്ങളുടെ കേസ് നഷ്ടപരിഹാരം. ആ ഒരു അവസ്ഥ ഇപ്പം മരിച്ചവർക്ക് ആക്കാൻ പാടില്ല. അത് ഗവൺമെൻറ്റിനോടും ഇതിൻ്റെ ടാറ്റ കമ്പനിയോട് ഞങ്ങൾക്ക് ഉപദേശിക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കുക. എന്നാലും ആ കുടുംബത്തിന് ഒരു ആശ്വാസം ആയിക്കോട്ടെ എന്നുള്ളത്. ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ട്, മാംഗ്ലൂർ എയർ ക്രഷ് അസോസിയേഷൻ എന്നിട്ട് അത് കേസ് ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. അത് വക്കീലന്മാരൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സുപ്രീം കോടതിനൊക്കെ പഠിത്ത് വീണ്ടും വിധി എന്തോന്നറിയില്ല, കേസ് നടക്കുന്നുണ്ട് എന്തായാലും. ആ വിമാനാപകടമൊക്കെ TV-യിൽ കണ്ടപ്പോൾ വലിയ ഞെട്ടലോടെ ആയിരിക്കുമല്ലേ കണ്ടിട്ടുണ്ടാവുക? അത് പിന്നെ TV-യുടെ മുമ്പ് തന്നെയാണ് റിപ്പോർട്ടറിൻ്റെ ആ സമയത്ത് ഞങ്ങൾക്ക് ഫുൾ കേൾക്കുന്നുണ്ട്. റിപ്പോർട്ടറും എല്ലാ ന്യൂസും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭീതിയിലാണ്. ഇപ്പോൾ മാറിയിട്ടില്ല. എൻ്റെ ഫാമിലി മുഴുവനും, എൻ്റെ മകനും മകളൊക്കെ ദുബൈയിലാണുള്ളത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ TV-യുടെ മുമ്പിലും ഇങ്ങനെ ആ പഴയ ഓർമ്മയിലേക്ക് എല്ലാം തിരിച്ചു പോവുകയാണ്. ഒരേ സമയം എല്ലാവരും മരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം നമ്മൾ അന്ന് ഇത്ര വലിയ ഉയർവുണ്ടായി നമ്മളറിഞ്ഞ 158 ആൾ നമ്മൾ ആ പ്ലേറ്റിൽ നിന്ന് മരിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിരുന്നു എങ്ങനെ സംഭവിച്ചു. പക്ഷേ പിന്നെ മനസ്സിലാക്കിയത് പ്ലെയിൻ അപകടം ഉണ്ടായ പൊതുവെ ആരും രക്ഷപ്പെട്ട് കുറവാണ്. ഇതിൽ ഞങ്ങൾ കൂടുതൽ ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ ഇത് കൂടുതൽ രക്ഷപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാലും അത് തന്നെയാണ് മായൻകുട്ടിച്ചേട്ടൻ ഇപ്പോഴും ആ ഞെട്ടൽ മാറിയിട്ടില്ല. ഇപ്പോഴും ആ പണ്ടത്തെ ഓർമ്മകളിൽ കൂടെയാണ് ഇപ്പോഴും ഓരോ ജീവിതം തള്ളി നീക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കണ്ണൂർ.